ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്തതേ ജാലിയൻവാലാ ബാഗിൻ്റെ നേരെ പുറകിലുള്ള സ്ഥലം കേട്ടോ. പക്ഷേ ജാലിയൻവാലാ ബാഗ് ഇവിടുന്ന് കാണാൻ പറ്റില്ല, കാരണം നല്ല മരങ്ങളുള്ള സ്ഥലമാണ്. അവിടുന്ന് ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്ത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഇപ്പുറത്തെ ഒരു പാർക്കിംഗ് യാർഡുണ്ട്. ഈ പാർക്കിംഗ് യാർഡിൽ കൊടുന്ന് വണ്ടി നിർത്തി വീണ്ടും നമ്മുടെ ഹോട്ടലിൻ്റെ സൈഡിലേക്ക് തന്നെ നടന്നു പോവുകയാണ്. അമൃത്സറിലെ നമ്മളെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. പരീക്ഷണത്തിൽ നിന്ന് മുഴുന്നില്ല. അമൃത്സർ സ്പെഷ്യൽ ആലു ഗോബി ഓണിയൻ പൊറാട്ട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ കാണാം അതിലെന്തൊക്കെയുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ കാത്തു നിന്ന അമൃത്സർ കി ആലു പൊറാട്ട, അതായത് ഉള്ളിയും കൂടി ഇട്ടിട്ടുള്ള ആലു പൊറാട്ട കേട്ടോ, ഇത് വന്നിട്ടുണ്ട്. കൂടെ ഉള്ളത് തൈരും അച്ചാറും. ഇന്നലെ വന്ന അതേ ഗലിയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇതാണ് പകൽ ദൃശ്യം. രാവിലെ ഏകദേശം സമയം എത്രടാ? സമയം 9 മണി കഴിഞ്ഞു. രാവിലെ സമയം 10 മണി കേട്ടോ. അപ്പോൾ ആ സമയത്ത് തിരക്കും കാര്യങ്ങളുമാണ്. ഷോപ്പുകളിൽ കച്ചവടം തുടങ്ങി, ആളുകൾ വരിക്ക് പോകുന്നുണ്ട്. പിന്നെ നമ്മളെന്തായാലും ഒന്നും കൂടി ഗോൾഡൻ ടെമ്പിളൊന്ന് കാണാനുള്ള പരിപാടിയാണ്. ഇത് തന്നെ കേട്ടോ, നമ്മൾ ഇന്നലെ വന്ന സ്ഥലത്തിൽ പകൽ കാഴ്ചകൾ കാണിക്കുകയാണേ. അതുപോലെ ഒരു തലക്കെട്ടൊക്കെ കെട്ടിയാൽ മാത്രമേ നമ്മൾ അകത്തേക്ക് തല മറക്കണം നിർബന്ധമാണ്. അതുപോലെ കൈ കഴുകി കാല് കഴുകിയിട്ട് വേണം അകത്തേക്ക് കയറി പോകാൻ. ഈ ഒരു ഹോട്ടലാട്ടോ നിന്നിരുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ജാലിയൻവാലാ ബാഗിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്തൂപം. 4 സൈഡിൽ നിന്നും ഒരേപോലെ കാണുന്ന ഒരു ഷേപ്പാട്ടോ അതിനുള്ളത്. എല്ലാ സൈഡിൽ നിന്നും ഒരേപോലെ തന്നെ കാണുമ്പോൾ ഉള്ളത്. അന്ന് തന്നെ ഉള്ളതാണ്. അന്ന് കൊണ്ട് അന്നത്തെ ഓരോ ഉണ്ടകളുടെ സ്ക്വയർ മാർക്ക് ചെയ്തത്. വാഗാ ബോർഡർ ക്ലോസിംഗ് സെറമണി കാണാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട്. വൈകിട്ട് 4 മണിക്കുള്ള പരിപാടിക്ക് നമ്മൾ 1 മണിക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തം കാലിയാണ്, ആരുമില്ല. നമ്മളാണ് ആദ്യം വന്നത്. ഈ വഴിയാണ് കേട്ടോ അകത്തേക്ക് പോകേണ്ടത്. ലേഡീസിന് സെപ്പറേറ്റ് ക്യൂ, ജെൻസിന് സെപ്പറേറ്റ് ക്യൂ. അവിടെ ചെക്കിങ് ഉണ്ട്. ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകാം. അതിൻ്റെ മുമ്പ് ഇവിടെ കുറേ ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. റെസ്റ്റോറൻ്റ് അകത്തുനിന്ന് ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ പുറത്തൂടെ വേറെ സംഭവങ്ങളുണ്ട്, ചാറ്റ് പാനിപൂരി സംഭവങ്ങളുണ്ട്. ഇവിടുന്ന് കഴിക്കണമെങ്കിൽ ഇവിടുന്ന് കഴിക്കാം. പിന്നെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയമാവാത്തതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. ആൾക്കാരൊന്നും വരാത്തതുകൊണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. വാഗാ ബോർഡിലെ മസാല ദോശ ഇട്ടത് കേരളത്തിൽ നിന്ന് പോന്നിട്ടേ ദോശ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനിന് അടുത്ത് വന്നിട്ടേ ഒരു മസാല ദോശ വന്നത്. ഇതാട്ടോ നമുക്കുള്ള മസാല ദോശ. ഇതിൽ പറഞ്ഞിട്ടുള്ളത് പൂരി ഭട്ടൂര. സംഭവം ഫുഡ് കോർട്ട് പുറത്തുള്ളതൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഈച്ച ശല്യം ഉണ്ടല്ലോ, ഈച്ച ശല്യം ഭയങ്കര ഈച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈച്ച. ഈ ഈച്ചയിൽ ഇരുന്നിട്ട് വേണം ഇവിടെ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അകത്ത് ഡൈനിങ് ഉണ്ട്, നേരെ ഇരട്ടി ചാർജാണ് അവിടെ പോയി കഴിക്കണമെങ്കിൽ. ഇതിനകത്തിരുന്ന് കഴിക്കണമെങ്കിൽ ഇതിനകത്തിരുന്ന് കഴിക്കാം, നേരെ ഡബിൾ. മസാല ദോശയിൽ വിശപ്പ് തീരാത്തതുകൊണ്ട് ഒരു പാനിപൂരി കൂടി വാങ്ങിച്ചിട്ടോ. 50 രൂപ ഇവിടെ. എടാ അടുത്തുനിന്ന് കാണണം, വിട്ടുന്നാണ് മാറ്റില്ലേ? ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. ഈ പോണ വഴിക്കൊക്കെ ഫുഡ് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ.
അവിടെ നിന്ന് റിസ്ക് എടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളതറിയാതെ അവിടെ നിന്ന് റിസ്ക് എടുത്തിട്ട് വാങ്ങിപ്പോരുക ചെയ്തത്. ഗ്യാലറിയിൽ വന്നെത്തിട്ടോ. ഇതാണ് ഗ്യാലറി. ഈ സൈഡിൽ മാത്രമാണ് ആൾക്കാർ ഇരിക്കുന്നത്. ആ സൈഡിൽ അവിടെ VIP ഉണ്ടാവും. പഞ്ചാബികളൊക്കെ 40 റുപ്യ MRP ഉള്ള ഐസ്ക്രീമിന് 50 റുപ്യ വാങ്ങി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ ക്ലീൻ ചെയ്യാൻ 10 റുപ്യ. എന്തായാലും തുടങ്ങുന്നവരെ എന്തെങ്കിലും കഴിച്ചിരിക്കാമല്ലോ.
Silver plate, sugar Ganpati Jadhav Simon. British Silver Brother Simon.